എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനിയുടെയും അബിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രഘുവരന്റെ കോളറിന്റെ കുത്തിപ്പിടിച്ചിട്ട് വിനായകൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ മോളെ കിട്ടണം. ആ ലച്ചുവിനെ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടത് പെട്ടെന്ന് തന്നെ രഘുവരൻ പറഞ്ഞു, അയ്യോ വിനായകൻ പറഞ്ഞല്ലോ എന്ത് വെള്ളം ചെയ്യാന്ന് പറയണം, എന്നെങ്കിൽ ചെല്ലണം, ആ തമ്പീരുടെ അടുത്തേക്ക് ചെല്ലണം എന്ന് പറയണം. ഇത് കേട്ട് രഘുവരൻ പറഞ്ഞു, ഞാൻ പോവാന്ന് പറയണം. അവിടെ ചെന്ന് ഞാൻ അതിനോട് പറഞ്ഞിട്ട് എന്റെ മോളെ എത്രയും പെട്ടെന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാന്ന് പറയണം. നീ തന്നെ പോണ്ട, നിന്റെ കൂടെ ഞാനും കൂടെ വരുന്നുണ്ട്, അവനെ കാണാനെന്ന് പറയാണ്. നമുക്ക് ഒരുമിച്ച് പോയാൽ മതി, അങ്ങനെ നിന്നെ തന്നെ ഞാൻ വിടുന്നില്ലെന്ന് പറയാണ്. ഈ സമയം ആകെപ്പാടെ വിഷമിച്ച് മുറിക്കുള്ളിൽ ഉറക്കം പോലും വരാതെ ലച്ചു ഇരിക്കുകയാണ്. അങ്ങനെ ലച്ചു ഇരിക്കുന്ന സമയത്ത് നളിനി അങ്ങോട്ട് കയറി വരികയാണ്. ആഹാ, ഇതെന്താ മോൾ ഇതിനായിട്ടും കിടന്ന് ഉറങ്ങിയില്ല? എനിക്ക് ഇല്ല, ഉറങ്ങിയില്ല എന്ന് പറയും. അല്ല, മോൾ എന്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നേ? ആ സമയത്ത് ലച്ചു ചിന്തിച്ചുകൊണ്ടിരുന്ന വേറൊന്നും ആയിരുന്നില്ല, തന്റെ സ്വന്തം അച്ഛൻ ആ വിനായകന് തന്നെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. പിന്നീട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്, അവന് പണമുണ്ട്, ഇഷ്ടം പോലെ കാശുണ്ട്, എന്ത് വേണേലും ആകാം, കാരണം നീ അവിടെ ചെന്നാൽ നിനക്കൊരു രാജകുമാരിയെ പോലെ ജീവിക്കാം എന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ലക്ഷ്മി ആ പാടെ പേടിച്ചു കുറച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നളിനിയുടെ ആ ചോദ്യവും പറച്ചിലുമൊക്കെ. ഒരു നിമിഷം ലച്ചു പറഞ്ഞു, ഒന്നുമില്ല നളിനേച്ചി എന്ന് പറയണ. മോളെ, മോൾ ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ നോക്കിയിട്ട് മോളെ എത്രയും പെട്ടെന്ന് മോളുടെ അച്ഛൻ്റെ ഏരിയയിലേക്ക് തിരികെ പോകുന്നത് നല്ലതെന്ന് പറയാണ്. അത് ശരിയാകത്തില്ല മോളെ, മോളെ ഇവിടെ അല്ല അംഗീകരിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? സുമംഗലമ്മയുടെ കാര്യം തന്നെ നിർത്തി നോക്ക്. സ്വന്തം മോന് വേറൊരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടായി അതിനെപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല, പിന്നെയാണ് ദേ മോൾ ഇങ്ങോട്ട് കയറുന്ന മോളെ അംഗീകരിക്കാനായിട്ട് പോകുന്നത്. ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. എങ്ങനെ മോളെ ഇവിടുന്ന് പോച്ച് പുറത്തിയടിക്കാൻ അവരുടെ തീരുമാനം. അതിൻ്റെ ഇടയ്ക്ക് മോൾ ഇവിടെ കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അത് കുഴപ്പമില്ല, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജാനിയടുത്തിയാന്ന് പറയണേ. ജാനകിയടുത്തി പോലും അവർ മോളെ തിരിഞ്ഞു നോക്കുന്നു മോൾക്ക് തോന്നുന്നുണ്ടോ? എന്തേലും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മോളെ കൈ ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകത്തോളെന്ന് പറയും. ഇല്ല, എന്റെ ജാനിയടുത്തി അങ്ങനെയൊന്നുമല്ല. ജാനിയടുത്തിക്ക് അറിയാം ആരും ഇല്ലാത്തന്നെ വിഷമം എന്താന്ന്. ജാനിയടുത്ത് ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് പറയണം. അത് നിന്റെ ബുദ്ധി, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ, നീ ഉദ്ദേശിക്കുന്നല്ലോ അല്ലാന്ന് പറയണം. ഇല്ല, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം ഇങ്ങോട്ട് പറഞ്ഞു വിട്ട പോലും മിക്കവാറും ആ അപർണയിച്ചായിരിക്കും നളിനേച്ചിനെ പറഞ്ഞു വിട്ടാലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും നളിനി ഒന്ന് ഞെട്ടി. കാരണം ഇവള് ബുദ്ധിയുള്ളവളാണ്, സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണം നള്ളിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് നള്ളി പറഞ്ഞു, മോളെ, അതൊന്നുമല്ല ഞാൻ സംസാരിച്ചേ, മോൾക്കറിയാലോ ഇവിടെ വന്ന മോളോട് ആ അപർണ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്നല്ലെങ്കിൽ നാളെ ഈ കുടുംബത്തിന് ഭരണം ഏറ്റെടുക്കാൻ പോകുന്ന ആരാന്നറിയോ? അപർണയാണ്. അധികം വൈകാതെ തന്നെ അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അബിയും ജാനകിയും പൊന്നും ഒക്കെ വീട്ടിൽ നിന്ന് പുറത്താവും, അവരാട്ടോ ആവും. അങ്ങനെ വന്ന നിന്നെ അവർ കൂടെ കൊണ്ടുപോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. എന്നെ കൂടെ കൊണ്ടുപോകും. ജാനിയടുത്ത് എവിടെ പോയിട്ടുണ്ടെങ്കിലും ജാനിയടുത്തിയുടെ കൈ എൻ്റെ കൈകളിലെ പൊതിഞ്ഞു പിടിക്കും, എനിക്കത് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറയണം. നീ ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി, അല്ല ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയണം. വേണ്ട നല്ലയിടത്തി എന്നെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ നോക്കണ്ട. ഞാനിവിടുന്ന് പോകുന്ന സമയത്ത് എന്നോടൊപ്പം ജാനിയടുത്തി അഭിയേട്ടം കാണും, അവരെങ്ങോട്ട് പോകുന്നെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകും. പൊന്നിനെപ്പോൾ തന്നെ അവരെന്റെ കാര്യമായിട്ട് നോക്കണേന്ന് പറയണം. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണെന്ന് പറയണം. ഇല്ല ഇല്ല നല്ലേച്ചി, അതെന്റെ തെറ്റിദ്ധാരണയല്ല, ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാ, അതിനൊരു മാറ്റം ഇല്ലെന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് ഞാൻ നല്ലിക്ക് മനസ്സിലായി, താൻ പറയുന്ന വെക്കുന്ന ആപ്പൊന്നും ഇവിടെ അങ്ങോട്ട് ഏക്കുന്നില്ല എന്നുള്ള കാര്യം. പിന്നീട് നല്ലി ഒന്നും മിണ്ടാതെ പോവാണ്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം ഉണിത്താമക്കലിന്റെ അടുത്തേക്ക് അജയൻ ചെല്ലുവാണ്. അജയൻ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണിത്താമക്കയിൽ പറഞ്ഞു, എന്തൊക്കെയാ അവിടെ കേട്ടോണ്ടിരിക്കുന്ന അറിയാലോ. കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളാ പൊങ്ങി വന്നോണ്ടിരിക്കുന്നത്. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പഴങ്കഥകൾ പകുതിയും പൊങ്ങി വരാൻ തുടങ്ങി. ഇതിന്റെ നാണക്കേട് അജയ്ക്കൊക്കെ ഉണ്ടാവെന്ന് പറയണം. അജയ് പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാന്ന് പറയണം. അല്ല, അജയുടെ തീരുമാനം എന്താ? അജയ് ഒരു കാരണവശം വിട്ടുകൊടുക്കലെന്ന് ഞാൻ പറയണേ. ആ റിസോർട്ട് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടല്ലേ. അജയാണ് ഇനി ആ വീട്ടിലെ മൂത്ത മരുവൻ, അറിയാലോ. മറ്റൊരുത്തനെ ആ അബിനെ നിങ്ങളാരും സ്വന്തം ഏട്ടനായിട്ട് കൂട്ടാനായിട്ട് ഒരുക്കും, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മൂത്ത മരുവൻ അജയാന്ന് പറയാൻ. ഇത് കേട്ട അജയ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷേങ്കില് ഇവിടെയാണ് അജയ് ബുദ്ധി പ്രയോഗിക്കേണ്ടത്. ആ റിസോർട്ട് വളരെ തന്ത്രപരമായി എഴുതി വാക്കണം, അല്ലാതെ അത് വിട്ടുകൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കൊടുക്കും, പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും, അറിയാലോ. അജയ്ക്ക് ആ കുടുംബത്തിലെ എന്തെങ്കിലും ഇതിലായിട്ടും തന്നിട്ടുണ്ടോ? സ്വന്തം പേരിലേക്ക് ഒന്നും മാറ്റിയിട്ടില്ലോ. കുടുംബസ്വത്തോടൊന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക മാത്രം ചെയ്യാം, അല്ലാതെ മനുഷ്യന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതൊന്നും അജയ്ക്ക് അറിയത്തില്ലെന്ന് ചോദിക്കണം. അജയ് പറഞ്ഞു, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഇനി വേണം അജയ് നോക്കിയും കണ്ടു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എൻ്റെ മോളുടെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്കാണെങ്കിൽ ഇപ്പൊ ജാനകി അഭയം പറയുന്നതിന് അപ്പുറത്തേക്കില്ല. അവര് പറയുന്ന അവൾക്ക് വേദവാക്യം, അവളുടെ തലയിലും ആള് താമസമല്ല. പക്ഷെ അജയ് നീ അങ്ങനെ ആയിരിക്കില്ല, ആ
തമ്പിയുടെ മോൾ അപർണയുണ്ടല്ലോ, അവളും നല്ല കഴിവുള്ള പെൺകുട്ടിയാ. നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ സ്വത്തുക്കളൊക്കെ എത്രയും ഭേദം നിങ്ങളുടെ പേരിലേക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അജയ് ചെയ്യേണ്ടതെന്ന് പറയണം. പെട്ടെന്ന് അജയ് പറഞ്ഞു, എനിക്കറിയാമെന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ അതിൻ്റെ ഇതുപോലെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അജയ് അങ്ങോട്ട് പോകുന്നത്. ആ സമയം ഉണ്ണിത്തമ്പക്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, തൻ്റെ മോളും കൂടെ അനുഭവിക്കേണ്ട സ്വത്തുക്കളും കാര്യങ്ങളാ, അതൊക്കെ ഒരുത്തൻ തന്നെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിഴുങ്ങിയിട്ട് അതും കൊണ്ട് പ്രയോജനമില്ലല്ലോ എന്ന് കരുതുവാണ്. ഈ സമയം സൂര്യനാരായണന്റെ ഫോണിലേക്ക് തമ്പിയുടെ കോള് വരുവാണ്. തമ്പി വിളിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു, എല്ലാം ഒപ്പിച്ചു വെച്ചല്ലേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അങ്ങനെ അല്ലാതെ വരുമോ? ഞാനൊന്നും അല്ല, എല്ലാം എൻ്റെ മോള് തന്നെ കണ്ടുപിടിച്ചാന്ന് പറയാണ്. തമ്പി, നീ ഇത് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കണോ അല്ലേന്ന് സൂര്യനാരായണൻ ചോദിക്കുക. വിശ്വസിച്ചാലും ഇല്ലേലും ഉള്ള സത്യം അതാണ്, എൻ്റെ മോളാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അല്ല സൂര്യ, അതിന് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. ടെൻഷനോ? ആർക്ക്? എനിക്കോ? എനിക്ക് അതൊന്നും ഓർത്തിട്ട് എനിക്ക് യാതൊരു ടെൻഷൻ ഇല്ലാന്ന് പറയണം. പിന്നെ ആ റിസോർട്ട് എഴുതി കൊടുത്തല്ലേ എനിക്കൊരു മനസ്താപം ഇതിലായിട്ടും തോന്നിയിട്ടുമില്ലെന്ന് പറയണം. ഇതേ സൂര്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്കറിയാലോ ഞാൻ എൻ്റെ മോളെ എന്തുകൊണ്ട് അങ്ങോട്ട് കെട്ടിച്ചു വിട്ടേന്നുള്ള കാര്യം. എൻ്റെ മോൾ അവിടെ സുരക്ഷിതത്വം സന്തോഷത്തും അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ തെരുവിലിറങ്ങി അലയുന്ന കാണാൻ വേണ്ടി അല്ലെന്ന് പറയണം. ഓ, അതിനിപ്പോൾ അതിന് മാത്രം ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായത്? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലേ എന്ന് ചോദിക്കുവാണ്. ഇത്രയും നാളായിട്ട് ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പഴയ കഥകൾ പതുക്കെ പതുക്കെ പൊങ്ങി വരുവാണല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് നീ നിന്റെ മോളും കൂടെ ഒപ്പിച്ച് പണിയില്ലെന്ന് ചോദിക്കും. പിന്നെ ഞാൻ എൻ്റെ മോളും കൂടെ നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കും. എനിക്കറിയാം തമ്പി, ഞാൻ ഇന്നും ഇന്നലെ അല്ലെങ്കിലും നിന്നെ കാണാനായിട്ട് തുടങ്ങിയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ മോളെ എവിടെ ജീവിക്കുന്നുള്ള ചിന്ത നിനക്ക് വേണം എന്ന് പറയണം. എൻ്റെ മോളോ? അവൾ എൻ്റെ മോള് തന്നെയാ, അവളെ സുന്ദരമായിട്ട് ജീവിച്ചോളും. അവളെ എതിർക്കാനായിട്ട് ആരും അങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ ആർക്കൊരു പേടി വേണ്ടാന്ന് പറയാണ്. പിന്നീട് സൂര്യനാരായണൻ കട്ട കയ്പോടുകൂടിയാണ് ഫോൺ വെക്കുന്നത്. തമ്പിക്ക് മനസ്സിലായി താൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. സൂര്യനാരായണന്റെ മനസ്സൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ പോകുന്ന മനസ്സല്ല. ആ ജാനിക്ക് അഭിക്കും വേണ്ടിയിട്ട് ഒത്താശ പാടിക്കൊണ്ടിരിക്കുകയാണ് അവന്. അങ്ങനെയാണെങ്കിൽ ഇവനോട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ചില തീരുമാനങ്ങളൊക്കെ തമ്പിയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട്ടൊരു വെപ്രാളം വിഷമമൊക്കെ ആയിട്ട് സുമകലാമ്മ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ചായയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് തള്ളി വന്നു. ഇതേ ചായ എന്ന് പറയണം, നിന്റെ ഒരു ചായ കൊണ്ടുപോക്കണമെന്ന് പറയണം. മനുഷ്യയുടെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അയ്യോ, എന്താ സുമംഗലാമ്മ കാര്യം നോക്കണം. എനിക്കിതിലായിട്ട് ഇൻസുലിൻ എടുത്തോ? ഇൻസുലിൻ എടുത്തിട്ടില്ലോ. അത് പിന്നെ ജാനകിയല്ലേ, അവളെനിക്ക് ഇൻസുലിൻ എടുക്കണ്ടെന്ന് പറയണം. അതെ, അല്ലെങ്കിലും ജാനകി വിളിച്ചാലും വരുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം ഇൻസുലിൻ എടുക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യുക, അപർണ മോളോ ഇവിടെ നെഞ്ചിനെ ഉണ്ടല്ലോ, അവരെ ആരെങ്കിലും വിളിക്കുക, അവരൊന്ന് ഇൻസുലിൻ എടുക്കട്ടെ എന്ന് പറയണം. അപർണനെ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം അപർണ കുത്തിയുടെ വേദന എതിരായിട്ട് മാറിയിട്ടില്ല. പിന്നെ നിരഞ്ജന എതിരായിട്ട് എന്നെ കുത്തിയിട്ടും കൂടി ഇല്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. എന്നാ ഒരു കാര്യം ചെയ്യുക, അപ്പുറത്ത് മുറിയിൽ ലച്ചു ഇരിപ്പുണ്ട്, ലച്ചുവിനെ വിളിക്കുക. അവളൊരു പണിയും ചെയ്യാതെ കയറി ഇരിക്കുമല്ലേ, അവളോടൊന്ന് ഇതെങ്കിലും എടുത്തരാൻ പറയുമെന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ സുമുഖലാൻ പറഞ്ഞു, വേണ്ട വേണ്ട, അതൊന്നും ശരിയാകത്തില്ല. അവള് വന്ന് എനിക്ക് ഇൻസുലിൻ എടുത്താൽ ശരിയാകത്തില്ല. അവളുടെ കൈ കൊണ്ട് എന്നെ ദേഹത്ത് തൊടാൻ പോലും എനിക്ക് അറപ്പാ, എനിക്കതൊന്നും വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നല്ലി പറഞ്ഞു, അതെ ഇങ്ങനെ വാശിയും വരേക്കും വെച്ചോണ്ടിട്ട് കാര്യമില്ല, അവൾ ഒന്ന് ചെയ്യട്ടെ. അനന്താ ഇപ്പൊ കുഴപ്പമിരിക്കുന്നത്. എന്താണെങ്കിലും ഈ വീട്ടിലിരുന്ന് വെറുതെ ഫുഡ് കഴിച്ചോണ്ടിരിക്കല്ലേ, അത് ശരിയാ, വെറുതോട്ട് ഒരു പ്രയോജനം ഇല്ല. വെറുതെ ഇവരെ തിന്നുക, കുടിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുന്ന നളിനി, അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും നളിനി അങ്ങോട്ട് പോയി. പെട്ടെന്ന് തന്നെ സുമംഗലാമ്മ ചോദിച്ചു, അല്ല നിനക്ക് ഇൻസുലിൻ എടുക്കാൻ അറിയാവോ മോളെ എന്ന് മോളെന്നല്ല, നിനക്ക് ഇൻസുലിൻ എടുക്കാൻ അറിയാവോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു, എനിക്ക് ഇൻസുലിൻ എടുക്കാൻ അറിയാന്ന് പറയണം. അതെ, എടുക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് ഇതിനു മുമ്പ് പരിചയം ഉണ്ടോന്ന് ചോദിക്കും. അത് പിന്നെ മുത്തശ്ശിനെ എടുത്ത് എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന് പറയാം. ശരി, എനിക്കിന്ന് ഇൻസുലിൻ എടുക്കണമെന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അവള് ഇൻസുലിൻ എടുക്കുവാണ്. പക്ഷെ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞതും അവര് ചോദിച്ചു, സുമകലാമ്മ വെച്ച്, നീ എന്താ മനുഷ്യനെ കളിയാക്കുവാണെന്ന് നിൽക്കുക? എന്താ? അല്ല, നീ ഇൻസുലിൻ എടുത്തിട്ടില്ല എന്ന് പറയണം. ഞാൻ എടുത്തു, അത് മുത്തശ്ശി അറിയാതിരിക്കുന്നതെന്ന് പറയണം. മുത്തശ്ശി? ആരുടെ മുത്തശ്ശി? ദേ, നീ എന്നെ മുത്തശ്ശി ഗത്തശ്ശി എന്നൊന്നും വിളിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. അവളുടെ ഒരു മുത്തശ്ശി വന്നിരിക്കുന്നു. അതെ, കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും കാണിക്കണ്ട. എന്നും നിനക്ക് ഇവിടെ കഴിയാൻ വാഴാൻ നിന്റെ മനസ്സിലൊരു മോഹം ഉണ്ടായിരിക്കും. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. പുകഞ്ഞ പുള്ളി പുറത്തെന്ന് പറഞ്ഞ കണക്ക് നീ പുറത്താന്ന് പറയണേ. നീ ഇവിടെ എന്തിനാ കടിച്ചു പോയി കിടക്കുന്നേ? എത്രയും വേണം നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ നോക്ക്. നീ ഇവിടെ കിടക്കണ്ട. നീ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം പോകുന്നു പറയണം. ലച്ചു പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മുത്തശ്ശിന്ന് വിളിക്കരുത്, നിനക്ക് എന്താ പറഞ്ഞ ഒട്ടും മനസ്സിലാവത്തില്ലേന്ന് ചോദിക്കും. ഇനിയിപ്പോൾ ഇൻസുലിൻ എടുക്കാണ്ട് ഞാൻ അവരെ ആരെങ്കിലും വിളിച്ചോളാം, അതുകൊണ്ട് ആ കാര്യത്തിൽ നീ എനിക്കത് തലയിടണ്ടെന്ന് പറയണം. ഇതൊക്കെ കേട്ട് ലച്ചു സങ്കടപ്പെട്ടാണ് മുറിയിലേക്ക് പോകുന്നത്.
പിന്നീട് അജയ് അപർണയും അമലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അജയ് അമലിനോട് പറഞ്ഞു, അതെ നിനക്ക് CEO പദവി എങ്കിലും ഉണ്ട്, നീ CEO കസേരയിൽ ഇരിക്കുന്നു, ഒന്നും അല്ലാതെ പോയ ആള് ഞാനാന്ന് പറയാണ്. അതിന് അജയേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? അഭിയേട്ടനാണെങ്കിൽ ആ റിസോർട്ടും കാര്യങ്ങളും കൊടുത്തു, നിനക്കാണെങ്കിൽ CEO പദവി ഉണ്ട്, പക്ഷെ ഞാൻ വെറും സീറോ ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് പറയണം. ഒരു കാര്യം മാത്രം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ ആ റിസോർട്ട് അഭിയേട്ടന്റെ പേരിൽ നിന്ന് മാറ്റണം എന്ന് പറയണം, നമ്മുടെ പേരിലേക്ക് ആക്കണം, എങ്കിൽ മാത്രം നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപർണ പറഞ്ഞു, ആ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം. ഞാൻ എന്താണെങ്കിലും അജയോടൊപ്പം നിൽക്കത്തുള്ളൂ. ഈ അമലിന്റെ കൂടെ വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് സുമംഗലാമ്മ വരുന്നുണ്ട്. സുമംഗലാമ്മയെ കണ്ടത് ഇവര് തമ്മിൽ സംസാരം അങ്ങ് നിർത്തി. ഈ സമയത്ത് അജയ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയാന്ന് പറഞ്ഞാലും ആ റിസോർട്ട് ഇനി ആർക്കും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞ് സുമംഗല പറഞ്ഞു, ആ ശരിയാ മോനെ നീ പറഞ്ഞേ, ആർക്കും അത് വിട്ടുകൊടുക്കരുത്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട അബിക്ക് തന്നെ അബിയുടെ വിഹിതമായിട്ട് അതൊരിക്കലും കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടവനല്ലേ. പിന്നെ എന്തിനാ അവന് ഇത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുക്കുന്നേ? അതോ റിസോർട്ട് ഇത്രയോ പണത്തിന്റെ കാര്യമല്ലത്, കോടികളുടെ ബിസിനസ്സാണ്, കോടികളുടെ ലാഭമാണ് അവിടെ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള അത്രയും നല്ലൊരു റിസോർട്ട് അത് അബിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പുറമായിരുന്നു സുമംഗലാമയ്ക്ക് ഉണ്ടായിരുന്നേ. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.